നമസ്തേ. കേരള രാഷ്ട്രീയത്തെ വീണ്ടും പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ ചുറ്റിപ്പറ്റി മാസങ്ങളായി തുടരുന്ന എക്സാലോജിക് CMRL മാസപ്പടി വിവാദം ഇപ്പോൾ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുവരെ അന്വേഷണം പ്രധാനമായും വീണ വിജയന്റെ കമ്പനിയെയും സാമ്പത്തിക ഇടപാടുകളെയും കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മറ്റൊന്നാണ്. മുൻ പൊതുമരാമത്ത് മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുടെ മരുമകനുമായ PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നുവെന്നാണ് വിവരം. ഇതൊരു സാധാരണ നടപടിയാണോ, അല്ലെങ്കിൽ മാസപ്പടി കേസിലെ അടുത്ത വലിയ വഴിത്തിരിവാണോ? വീണ വിജയന്റെ അക്കൗണ്ടിലെത്തിയ പണം പിന്നീട് എവിടെയെത്തി? ആർക്കൊക്കെയാണ് കൈമാറിയത്? അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ തേടുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ കാര്യങ്ങളും രേഖകളുടെയും പുറത്തുവന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സാമ്പത്തിക രാഷ്ട്രീയ വിവാദങ്ങളിൽ ഒന്നാണ് എക്സാലോജിക് CMRL മാസപ്പടി കേസ്. ഈ കേസിൽ ഇതിനകം തന്നെ ഗൗരവമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും പണമിടപാടുകളും ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ അതേ അന്വേഷണത്തിന്റെ പരിധി കൂടുതൽ വ്യാപിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ പുതിയ വഴിത്തിരിവ്. മുൻ മുഖ്യമന്ത്രിയുടെ മരുമകനും മുൻ മന്ത്രിയുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസിലേക്കും ED അന്വേഷണം നീളുകയാണ്. എക്സാലോജിക് CMRL മാസപ്പടി വിവാദത്തിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മുൻ പൊതുമരാമത്ത് മന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുടെ മരുമകനുമായ PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങളും പരിശോധിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അന്വേഷണത്തിന്റെ പ്രധാന ശ്രദ്ധ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയുള്ള പണമിടപാടുകളിലാണ്. CMRL നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ലഭിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന തുക പിന്നീട് മറ്റ് അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുണ്ടോ, അതിൽ മുഹമ്മദ് റിയാസിന് നേരിട്ടോ അല്ലാതെയോ എന്തെങ്കിലും സാമ്പത്തിക ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ED പരിശോധിക്കുന്നതെന്നാണ് വിവരം. ഇതിനായി മുഹമ്മദ് റിയാസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക ഇടപാടുകൾ, സ്വത്ത് വിവരങ്ങൾ എന്നിവയും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ കോടതിയുടെ അനുമതിയോടെ നടത്തിയ അന്വേഷണ നടപടികളുടെ ഭാഗമായി കോഴിക്കോട് ഉൾപ്പെടെയുള്ള റിയാസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പരിശോധനയും നടന്നിരുന്നു. മാസപ്പടി വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2014-15 കാലഘട്ടത്തിൽ 1 ലക്ഷം രൂപയുടെ മൂലധന നിക്ഷേപത്തിൽ വീണ വിജയന്റെ പൂർണ്ണ ഉടമസ്ഥതയിൽ ആരംഭിച്ച സ്ഥാപനമാണ്. തുടർന്ന് 2017 മുതൽ 2019 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ കമ്പനിക്ക് ഗണ്യമായ വരുമാനം ലഭിച്ചതായി അന്വേഷണ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ രേഖകൾ പ്രകാരം CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായും 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലായിരുന്നു. അതേസമയം വീണ വിജയനും PA മുഹമ്മദ് റിയാസും വിവാഹിതരായത് 2020 ജൂൺ 15-നാണ്. അതിനാൽ ഈ കാലയളവിലെ പണമിടപാടുകളുടെ സ്വഭാവവും പിന്നീട് നടന്ന സാമ്പത്തിക ഇടപാടുകളും അന്വേഷണത്തിൽ നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ CMRLൽ നിന്ന് ലഭിച്ച പണം ആരുടെയെല്ലാം അക്കൗണ്ടുകളിലേക്ക് പോയി, അതിന്റെ അന്തിമ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്, പണമിടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങളാണ് ED വിശദമായി പരിശോധിക്കുന്നത്. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന IT കമ്പനിക്ക് കൊച്ചി ആസ്ഥാനമായ CMRL എന്ന സ്ഥാപനത്തിൽ നിന്ന് വർഷങ്ങളോളം പണം ലഭിച്ചുവെന്നാണ് അന്വേഷണ രേഖകളിൽ പറയുന്നത്. ഈ പണം നൽകാൻ കാരണമായ സേവനങ്ങൾ യഥാർത്ഥത്തിൽ ലഭിച്ചിരുന്നോ, അല്ലെങ്കിൽ സേവനം നൽകാതെയാണ് പണം കൈപ്പറ്റിയതോ? ഇതാണ് അന്വേഷണത്തിന്റെ കേന്ദ്ര ചോദ്യം. അന്വേഷണ രേഖകൾ പ്രകാരം 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ പ്രധാനമായും നടന്നത്. അതായത് ഏകദേശം 3 വർഷക്കാലം ഈ പണമിടപാടുകൾ തുടർന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. 1 ലക്ഷം രൂപയുടെ മൂലധന നിക്ഷേപത്തോടെയാണ് വീണ വിജയൻ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ IT സ്ഥാപനമായി തുടങ്ങിയ ഈ കമ്പനി പിന്നീട് ശ്രദ്ധേയമായ വരുമാനം നേടാൻ തുടങ്ങി. ഈ വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. കാരണം CMRL നിന്ന് ലഭിച്ച തുകയ്ക്ക് തുല്യമായ സേവനങ്ങൾ നൽകിയതായി വ്യക്തമായ രേഖകൾ ലഭിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ ഉയരുന്ന പ്രധാന സംശയം. അതുകൊണ്ടാണ് ഈ പണമിടപാടുകളുടെ സ്വഭാവം വിശദമായി പരിശോധിക്കാൻ വിവിധ അന്വേഷണ ഏജൻസികൾ തീരുമാനിച്ചത്. ഈ കേസിൽ ആദ്യം ശ്രദ്ധ നേടിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ്. കമ്പനികളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായാണ് SFIO. ഈ ഏജൻസി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് എക്സാലോജിക്കും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വിശദമായ പരാമർശങ്ങൾ ഉണ്ടായത്. ആ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് വിഷയം ദേശീയ തലത്തിൽ വരെ ചർച്ചയായത്. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിലേക്ക് എത്തി. എന്തിനാണ് ED അന്വേഷണം? ഒരു കമ്പനിക്ക് പണം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ED അന്വേഷണം നടത്താറില്ല. ആ പണം നിയമവിരുദ്ധമായ വരുമാനമാണോ, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, നിയമവിരുദ്ധ സാമ്പത്തിക നേട്ടം ലഭിച്ചിട്ടുണ്ടോ, ഇത്തരം ആശയങ്ങൾ ഉയരുമ്പോഴാണ് ED അന്വേഷണം ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ഈ കേസിലും പണമിടപാടുകളുടെ മുഴുവൻ ശൃംഖല പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പണം എവിടെ നിന്നാണ് വന്നത്, ആരുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യം എത്തിയത്, അവിടെ നിന്ന് പിന്നീട് എവിടേക്കാണ് പോയത്, ആർക്കൊക്കെയാണ് കൈമാറിയത്, ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. ഇനി അന്വേഷണം റിയാസിലേക്കോ? ഇതാണ്
ഇതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വീണ വിജയന്റെ അക്കൗണ്ടിൽ നിന്ന് നടന്ന സാമ്പത്തിക ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട മറ്റ് അക്കൗണ്ടുകളിലേക്കുള്ള പണമാറ്റങ്ങളും ED വിശദമായി പരിശോധിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ, സാമ്പത്തിക രേഖകൾ, സ്വത്തുവിവരങ്ങൾ എന്നിവയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അന്വേഷണം ഈ ഘട്ടത്തിൽ എത്തിയതോടെ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും വലിയ ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ്. ഇനി പുറത്തുവരുന്ന ഓരോ രേഖയും ഓരോ കണ്ടെത്തലും വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിലാണ്. ED പ്രധാനമായും പരിശോധിക്കുന്നത് പണമിടപാടുകളുടെ പൂർണ്ണ ശൃംഖലയാണ്. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പണം പോയോ, ആ പണം പിന്നീട് വ്യക്തിഗത അക്കൗണ്ടുകളിലേക്ക് എത്തിയോ, സ്വത്ത് വാങ്ങാനോ മറ്റു നിക്ഷേപങ്ങൾക്കോ ഉപയോഗിച്ചോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകൾ, ആദായനികുതി രേഖകൾ, കമ്പനി ഫയലിംഗുകൾ, ഡിജിറ്റൽ രേഖകൾ, മൊബൈൽ ഫോണുകൾ, ഇമെയിലുകൾ, കരാറുകൾ, ബോർഡ് തീരുമാനങ്ങൾ തുടങ്ങി നിരവധി രേഖകൾ തമ്മിൽ ഒത്തുനോക്കിയാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ടു പോകുന്നത്. ഈ കേസിലും അതേ രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വലിയ ചർച്ചയായത്? കേരളത്തിൽ മുമ്പും നിരവധി അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ കേസിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് അന്വേഷണത്തിന്റെ കേന്ദ്രത്തിലുള്ളത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻ മുഖ്യമന്ത്രിയുടെ മരുമകനും മുൻ മന്ത്രിയുമായിട്ടുള്ള PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിവരങ്ങളും പരിശോധിക്കപ്പെടുന്നുവെന്നാണ് രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ അന്വേഷണ നടപടിയും വലിയ വാർത്തയാകുന്നു. ഇനി EDക്ക് ചെയ്യാൻ കഴിയുന്ന നടപടികൾ എന്തൊക്കെയായിരിക്കും? അന്വേഷണത്തിൽ പുതിയ വിവരങ്ങൾ ലഭിച്ചാൽ ബന്ധപ്പെട്ട വ്യക്തികളോട് വിശദീകരണം തേടാൻ EDക്ക് സാധിക്കും. ആവശ്യമെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടാം. കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കാം. സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മറ്റു വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനും കഴിയും. എന്നാൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കുമോ എന്നത് ലഭിക്കുന്ന തെളിവുകളെ ആശ്രയിച്ചായിരിക്കും. അപ്പോൾ എക്സാലോജിക് CMRL മാസപ്പടി കേസ് പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുകയാണ്. വീണ വിജയന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിനൊപ്പം മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അന്വേഷണ പരിധിയിൽ വന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് കേസിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ അന്തിമ നിഗമനങ്ങളിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കും. ഈ കേസിൽ ഇനി പുറത്തുവരുന്ന ഓരോ രേഖയും ഓരോ അന്വേഷണ നടപടിയും ഓരോ ഔദ്യോഗിക പ്രതികരണവും കേരള രാഷ്ട്രീയത്തിലെ ചർച്ചകളെ കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കുമെന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും നമ്മുടെ ഈ വീഡിയോയുടെ കമന്റിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യൂ, ഷെയറും ചെയ്യൂ. ഇത്തരം വസ്തുതാപരമായിട്ടുള്ള രാഷ്ട്രീയ സമകാലിക വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.